പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികളുടെ പരോൾ ആശങ്കയുണ്ടാക്കുന്നതെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ. പ്രതികളുടെ സാന്നിധ്യം നാട്ടിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കുമെന്ന് സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ്. അതിലിപ്പോൾ 5 പ്രതികൾക്ക് പരോൾ അനുവദിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നു. LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുൻപ് അനുവദിച്ച ഈ പരോൾ രാഷ്ട്രീയമായി ഏറെ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നമ്മളൊപ്പം ശരത്തിന്റെ പിതാവ് സത്യേട്ടൻ ചേരുന്നുണ്ട്. സത്യേട്ടൻ, ഇതിനെ കാണുന്ന വളരെയധികം ഒരു ആസക്തിയോടെയാണ് നമ്മൾ കാണുന്നത്. കാരണം 3ാമത്തെ പ്രാവശ്യമാണ് അവർക്ക് പരോൾ കൊടുക്കുന്നത്. 4 മാസത്തിനകത്ത് 3 പ്രാവശ്യം പരോൾ കൊടുത്തു. ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ള അവർ അല്ല, ഏറ്റവും കൂടുതൽ പുറത്തേക്കാണ് അവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആകെ നാട്ടിൽ തന്നെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഒരു കലാപാഹ്വാനത്തിൻ്റെ ഒരു വക്കിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. അവർക്ക് വേണ്ടുന്ന സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ഇപ്പോൾ ഇതുവരെയും നാട്ടിലേക്ക് അവരെ വിട്ടില്ല. ഈ സ്റ്റേഷന് പരിധിക്ക് പുറത്ത് മാത്രമേ ഇവരെ പോകാൻ അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അത് അവരെ വീട്ടിലത്തേക്ക് തന്നെ നാട്ടിലേക്ക് വിലസാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സർക്കാർ. അപ്പോൾ ഇപ്പം ഈ ഭരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഇടവേളയിൽ അവർ പി ജയരാജൻ ഉപദേശക സമിതിയാണ് പോകുന്നത്. അദ്ദേഹം എടുത്തുകൂട്ടിയൊരു പണിയാണിത്. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം ഒരു പ്രവണത ഈ നാട്ടിൽ നടക്കുന്നതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസും അതുപോലെ നാട്ടിലെ ജനങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കല്യോട്ട് തന്നെ ഒരുപാട് പോലീസിനെ വിന്യസിച്ചിട്ട് ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കല്യോട്ടൊക്കെ പോലീസ് ഒരുപാടുണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെതിരെ പുതിയ സർക്കാർ ഭരണത്തിലേറിയതുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുവാൻ ഇതിനെതിരെ ശക്തമായി ഇതുപോലുള്ള ഈ പരോളുകൾ നിയമവിരുദ്ധമായി ചെയ്യുന്നതിനെതിരെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആശങ്കയുണ്ടെന്നാണോ? ആശങ്കയുണ്ട്, കടുത്ത വളരെയധികം ആശങ്കയുണ്ട്. ഇത് നമ്മൾക്ക് മാത്രമല്ല, മൊത്തം നാട്ടുകാർക്ക് മൊത്തത്തിൽ ആശങ്കയാണിത്. ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ പ്രതികൾ ഇപ്പോൾ നാട്ടിലിറങ്ങി വിലസാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആശങ്കയല്ലേ. അപ്പോൾ ഇവിടെ ഒരു കലാപത്തിൻ്റെ ഒരു സൃഷ്ടിയല്ലേ ഇവരുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി ഇനി പോരാടും. അതുപോലെ സർക്കാരിനൊക്കെ വേണ്ടുന്ന രീതിക്കുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതൊരു പിതാവ് ഉൾപ്പെടെ പറയുന്നത് വലിയ ആശങ്കയുണ്ട്. നാട്ടിൽ പെരിയ കല്യോട്ട് ഭാഗത്തൊക്കെ ആളുകൾ ആശങ്കയിലാണ്. പ്രതികൾ ഇങ്ങനെ അനിയന്ത്രിതമായി പരോളിൽ ഇറങ്ങുന്നു എന്നാണ് അവരുടെ പ്രധാന ആരോപണം. എന്തായാലും പെരിയയിലും കല്യോട്ടും പരിസര പ്രദേശമൊക്കെ വലിയ പോലീസ് സന്നാഹമുണ്ട്. കലാപ സാഹചര്യം നേരിടാൻ തക്ക തരത്തിലാണ് പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദവും രാഷ്ട്രീയ വിവാദമായി വരും ദിവസങ്ങളിൽ ഈ വിഷയം മാറുമെന്ന് ഉറപ്പാണ്. പെരിയ കല്യോട്ടിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.